ഈ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ SDP പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ ഇവരുടെ ഈ സംസ്ഥാന സമിതിയിൽ ഒരു മതേതര മുഖം നൽകാൻ വേണ്ടി മുസ്ലിം ഇതര മതവിഭാഗങ്ങളെയൊക്കെ നിയമിക്കുന്നുണ്ട്. ഇവരുടെ ഈ മതേതര മുഖം നൽകാനുള്ള ശ്രമം വിജയിക്കുമോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? അതിപ്പം നമ്മളത് പറയാം. ഇപ്പൊ മതേതര മുഖം നൽകാൻ നിൽക്കുന്നവരെല്ലാം ഇപ്പൊ തട്ടി അകത്തിട്ട് വരും. അപ്പൊ അവന്റെ പുറകിൽ നിൽക്കുക. അതിനകത്ത് 2025 ഈ പറയുന്നത് പോലെ ഭാരവാഹി ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ തന്നെ ഒരു തുളസീധരൻ സംസ്ഥാന സെക്രട്ടറി, തുളസീധരൻ പള്ളിക്കൽ, പിന്നെ ഒരു ക്രിസ്ത്യാനിയുണ്ട് ജോൺസൺ വൈസ് പ്രസിഡന്റ് കണച്ചിറ, പിന്നെ ഒരു കൃഷ്ണൻ ഏർത്തിങ്കൽ, ഇതൊക്കെ സംസ്ഥാന ഭാരവാഹികളാണ്. അതുപോലെ പിന്നെ ഒരു പെൻഡക്നോ ഒക്കെ ഉണ്ട് കേട്ടോ, ഇതര മതത്തിൽ നിന്നുള്ള. അവരുടെ പേര് മഞ്ജുഷ മാവിലാണ്. അപ്പൊ ഇത് ഇപ്പൊ പരിശോധിക്കുമ്പം ഈ SDP അറിയാലോ, SDP ഫുൾ ഫോം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അതായത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഇത്ര ഒരു സോഷ്യലിസം ഉള്ള പാർട്ടി ഉണ്ടാവത്തില്ല. അതിന്റെ ഉദ്ദേശം വെളിയിൽ ആൾക്കാർക്ക് പറയുന്നത് ഞങ്ങളെ മുസ്ലിം ന്യൂനപക്ഷത്തെയും OBC വിഭാഗത്തെയും എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന അനീതിയുടെയും ജനാധിപത്യ സംവിധാനത്തിനകത്ത പോരായ്മകളെയും ഒക്കെ മാറ്റി ഇന്ത്യ ഒരു യഥാർത്ഥ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണെന്നാണ് വെളിയിലുള്ള പ്രചരണം. ജനാധിപത്യത്തിന് അനുകൂലമായിട്ടാണ് മുദ്രാവാക്യം. പക്ഷെ അകത്ത് കയറി പരിശോധിച്ചപ്പം ആയുധ പരിശീലനവും അല്ലെങ്കിൽ എല്ലാ അധിനിവേശവും നടത്തി 2047 കായിക ബലത്തിൽ കൂടിയാണെങ്കിൽ പോലും ജിഹാദ് നടത്തിയാണെങ്കിൽ പോലും ഇന്ത്യ മഹാരാജ്യത്തെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയ കൃത്യമായ ഫോർമാറ്റോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു PFI. അന്ന് തന്നെ അവർക്ക് മനസ്സിലായതാണ്. അതിന്റെ രാഷ്ട്രീയ രൂപമാണ് SDP. ഇപ്പം കഴിഞ്ഞ ദിവസം SDP പറയുന്നത് പോലെ ഫൈസി അദ്ദേഹത്തെ 12 തവണ വിളിപ്പിച്ചു. ഭയങ്കര ധൈര്യം അവർക്ക് കേട്ടോ. ഭയങ്കര ധൈര്യം. വെല്ലുവിളി കേട്ടാൽ നമ്മൾ പോലും പേടിച്ചു. ഇരിക്കുന്നവൻ ഇരുന്ന് വിറയ്ക്കും, വൈബ്രന്റ് ആവും, കാര്യം ഒക്കെ ശരിയാ. പക്ഷെ പോലീസ് വിളിച്ചാൽ ചെല്ലത്തില്ല, ED വിളിച്ചാൽ ചെല്ലത്തില്ല, പട്ടാളം വിളിച്ചാൽ ചെല്ലത്തില്ല. ധൈര്യക്കൂടുതലും ഉണ്ടാകും. അപ്പൊ അവര് 12 വട്ടം നോട്ടീസ് കൊടുത്തു. ഇവര് ഇന്നലെ നോട്ടീസ് കൊടുത്തു, ചെല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം വിദേശത്ത് കിടക്കുന്നതിന് വേണ്ടി എയർപോർട്ടിൽ നിന്നപ്പോ അവിടുന്ന് വെളുപ്പാങ്കാലത്തായി ഇവരെല്ലാം തോന്നുന്നു. കാരണം ഇവര് ഈ നമ്മുടെ ഈ മരപ്പെട്ടിയുടെ കൂട്ട് പകലിറങ്ങി നടക്കാൻ പറ്റില്ല. പകൽ കണ്ണും കാണത്തില്ല. കാരണം പകൽ വെളിച്ചത്തിൽ നടക്കാൻ പറ്റുന്ന പണിയല്ലല്ലോ അവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെളുപ്പാങ്കാലം. ഇവരുടെ ഒരു വിചാരം എന്താണെന്ന് അറിയാം, ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു മഹാ റിപ്പബ്ലിക്ക, ഒരു വലിയ രാജ്യമായത്. നമ്മള് ഈ പ്രപഞ്ചത്തെ കാണാൻ പറ്റും നമ്മൾക്കിടെ ദൃഷ്ടി കൊണ്ട് കാണുന്നത് പോലെ അത് കണ്ടിട്ട് അതാണ് പ്രപഞ്ചം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ കൂട്ടാകും. ഇവന്മാര് കണ്ടേക്കുന്ന ഇവന്മാര് പൊട്ടക്കുളമൊക്കെ ഉണ്ടാക്കി അതിന്റെ വട്ടം നിന്ന് കുറെ ആളുകളെ കൂട്ടി കാര്യമൊക്കെ പറയുമ്പോ ശരി കൊച്ചാട്ടാന്ന് പറയുന്ന കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാ ഇവര് വിചാരിക്കുന്നത്. അപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് ഇവര് വിചാരിക്കുന്ന പോലെയല്ല. ഇവര് ലക്ഷ്മി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യുന്നത്, അല്ലെ ലക്ഷ്മി ഒരാൾക്ക് ഫോൺ ചെയ്യുന്നത്, ഞാൻ ഫോൺ ചെയ്തത് എല്ലാ നിരീക്ഷണത്തിലാണ്. പിന്നെ ചില നിരീക്ഷണത്തിനകത്ത് ചില നിരീക്ഷണങ്ങൾ കൃത്യമായിട്ട് ചില ആൾക്കാരെ നോട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അത് അവർ അതിന്റെ പുറകെ നിൽക്കുക. ഈ പറയുന്ന PFI നിരോധിച്ചപ്പോൾ തന്നെ അകത്ത് കിടക്കുന്നവന്മാരല്ല, അവര് കൊടുത്തിരിക്കുന്ന ഡേറ്റാസ് അനുസരിച്ച് ഈ പുറത്ത് നിൽക്കുന്ന മൊത്തം ആൾക്കാരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കൂടെ തന്നെ ഈ ഫൈസിയെയും ഫൈസയുടെ മോനെയും ഫൈസയുടെ പെണ്ണുമ്പിള്ളയും ഫൈസയുടെ ബന്ധുക്കളെയും ഫൈസയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെയും ഈ SDP ഒരു ഇങ്ങേയറ്റം വരുന്ന നമ്മൾ പറയത്തില്ല ഒരു മെമ്പർഷിപ്പിൽ ഉള്ളവനെ പോലും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. അത് വളരെ കൃത്യം. നേരത്തെ ഇത് ഇത്രയും ബലത്തിലല്ലായിരുന്നെങ്കിലും കുറവൊന്നുമില്ലായിരുന്നു. പക്ഷെ അത് കാത്ത് കാണുന്ന കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇവരുടെ ഭാഗമായിട്ട് നിന്ന ഭരണകൂടം ആയതുകൊണ്ട് അത് നടത്തിക്കൊണ്ടുപോയത്. അന്നേരം അവർ വിചാരിച്ചത് ഇവരെ ഭയന്നാ ഇനി ഇതിനപ്പുറം ഒരു സംവിധാനം ഉണ്ടാകത്തില്ലെന്നൊക്കെ വച്ചിരുന്ന് വരുന്ന കാര്യമാണ്. ഈ 140 കോടി ജനമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് എവിടെ ബോംബ് പൊട്ടിച്ചാലും അവനെ പണ്ട് ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ഡൽഹി പൊട്ടിച്ചിട്ട് UP നിൽക്കുന്നതിനെ അന്നേരം അവിടെ നിന്ന് പിടിക്കും. എങ്ങനെയാ പിടിക്കുന്നത്? അവൻ പോയി അവിടെ സേഫായിട്ട് നിൽക്കുക. 600 കിലോമീറ്റർ അപ്പുറത്താണല്ലോ ഞാൻ ബോംബ് പൊട്ടിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വീഡിയോ ഒക്കെ വലിച്ചോണ്ടിരിക്കുമ്പോൾ അവനെ വന്ന് റൂട്ട് എടുത്തോണ്ട് പോകും. ഇതെങ്ങനെയാ പറ്റുന്നത്? അപ്പൊ നമ്മുടെ സംവിധാനം എങ്ങനെ? അപ്പം ഇത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് ബോധം ഉണ്ടെങ്കിൽ ഇവർ ഈ പണിക്ക് നിൽക്കത്തില്ല. ആയുധം എടുത്തിട്ട് ബാക്കിയുള്ളവനെ എല്ലാം കൊന്നിട്ട് പറയുന്നത് പോലെ അവരുടെ രാജ്യം ഉണ്ടാക്കാൻ പറ്റുമെന്നും അല്ലെങ്കിൽ അത് നാളെ കാലത്തെ അതിന്റെ പ്രധാനമന്ത്രി പൈസയാക്കാൻ പറ്റുമെന്നും ഒക്കെ കൊണ്ട് മുദ്രാവാക്യം വിളിക്കില്ല. ബോധത്തിന്റെ ഒരു കുറവുണ്ട്. ഒരു ബോധത്തിലേക്ക് വരട്ടെ. എല്ലാവരുടെയും കാര്യമെല്ലാം പറയുന്നത് ഇത് കേട്ട് വിശ്വസിച്ച് ഇതിന്റെ കൂടെ മുദ്രാവാക്യം വിളിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇപ്പൊ ഈ കൊച്ചാണ്ട് ഈ തുളസിയര സ്വാമിയും ജോൺസൺ പാസ്റ്ററും ഒക്കെ അകത്തു പോകും.
ആ അവരെ തൂക്കാനുള്ള നിലപാടിലേക്ക് കാരണം പറ്റത്തില്ല. കാരണം ഇതിനെപ്പറ്റി പരിശോധിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതാ, ഇതിനെപ്പറ്റി പരിശോധിച്ചപ്പോൾ വിദേശത്തുനിന്ന് കണ്ടമാനം ഫണ്ട് വരുന്നു, ഇവരെ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇവരെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഇന്നതുപോലെ മഞ്ചേശ്വരി ചേച്ചി നമുക്ക് ഒന്നുമില്ല, ചേച്ചിയുടെ പേര് ഞങ്ങൾ ഈ നമ്മുടെ ഭാരവാഹികളുടെ കൂട്ടത്തിൽ വയ്ക്കുന്നു, സംസ്ഥാന കമ്മിറ്റിയിലാണ് വയ്ക്കുന്നത്, അല്ലെങ്കിൽ തുളസി സ്വാമി അങ്ങനെ വയ്ക്കുന്നത്, അല്ലെങ്കിൽ ജോൺസൺ പാസ്റ്റർ അങ്ങനെ വയ്ക്കുന്നത്, നിങ്ങൾക്ക് ഇത്ര കോടി രൂപ തരാം, നിങ്ങൾ ഇതിനകത്ത് പണിയൊന്നും ചെയ്യണ്ട, ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിച്ചോളാം. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ SDPI സിന്ദാബാദ്, അതാണ് മതേതരത്വ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ മാത്രമേ ആരും ചോദിക്കാൻ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവന്മാരെ ഇപ്പൊ ഇവരും വിചാരിച്ചു പൈസ കിട്ടുന്ന പണിയാണ്, ചുമ്മാ ഇരുന്നാൽ പൈസ കിട്ടുന്ന പണിക്ക് കൂടുന്നതിനകത്ത് ഏറ്റവും താല്പര്യമുള്ള ആൾക്കാരാണ് നമ്മുടെ കേരളക്കാർ. ഇതെല്ലാം കേരളത്തിൽ നിന്നുള്ളവരാണ്. അപ്പൊ അങ്ങനെ കയറിയിരുന്നു. ഇപ്പൊ വേറൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ നിരീക്ഷണത്തിനകത്ത് ഇവരും ഉണ്ട്, പൈസ മേടിച്ചിട്ടുണ്ട്, അതിന്റെ പൈസ ഹവാല പണമാണ്, അല്ലെങ്കിൽ റംദാൻ ആഘോഷത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് വിദേശത്ത് പിരിച്ചതിന് ശേഷം ഇവിടെ പൈസ വന്നിട്ടുണ്ട്, അതിനകത്തുനിന്ന് വീതം കൊടുത്തിട്ടുണ്ട്, ലക്ഷക്കണക്കിന് രൂപ പറ്റിയിട്ടുണ്ട്. പിന്നെ വേറൊരു ഇവരുടെ ഒരു ധാരണയുണ്ട്, ലീഗൽ അല്ലാത്ത രീതിയിലാണ് ഇപ്പൊ പൈസ വരുന്നത്. ഈ പറയുന്ന ഓരോ പൈസയും ഇവിടെ വരുന്നതിനകത്ത് അതിന് നിരീക്ഷണം ഉണ്ടെന്ന് ഇവർക്ക് അറിയത്തില്ല. ഇവര് വിചാരിക്കുന്നത് നമ്മൾ പൈസ എടുത്തപ്പോ ലക്ഷ്മിയുടെ പൈസ എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷ്മി അത് ഞാനാണെങ്കിൽ പോക്കറ്റ് വെക്കും, ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ബാഗ് കൊണ്ട് അതിനകത്ത് വെച്ച് മറച്ചു വെക്കുന്നത്. ഇവരിത് ഈ ഹവാല പണം ഒക്കെ ഉമരിയായിരിക്കുന്നത് ഒളിച്ചും പാത്തും അല്ലെങ്കിൽ രാത്രിയിലൊക്കെയാ കടത്തുന്നത്. അപ്പൊ വിചാരിക്കുന്നത് രാത്രി കടത്തുന്നതുകൊണ്ട് ഇവര് കാണാനും വലിയ സംവിധാനത്തിന് അറിയാനും ഒന്നും പറ്റുന്നില്ല. ഇത് അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് എവിടം വരെ ഓടുമെന്നറിയാനാണ് ഇവരിത് വളരെ ദീർഘിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഈ പറയുന്ന PFI കാരനും SDPI കാരനും അറിയത്തില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2014 ശേഷം വളരെ വലിയ സമരങ്ങളൊക്കെ നടന്നു. ഈ സമരങ്ങളൊന്നും ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന BJP ഇതിനകത്തങ്ങ് പമ്മിക്കൊടുക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനം പമ്മിക്കൊടുക്കും. സമരം ആദ്യം തുടങ്ങുമ്പോൾ ഈ സമരക്കാരെ തന്നെ ഭയന്നുകൊണ്ടാണ്, അയ്യോ പോലീസ് വന്ന് മുതുകത്തടിക്കോ ലാത്തിച്ചാർജ് നടത്തും, കുഴപ്പമൊന്നുമില്ല. ആദ്യമാണെങ്കിൽ ചെറുതായിട്ട് നരേന്ദ്രമോദി മൂർദാബാദ് എന്നൊക്കെ വിളിക്കും, അന്നേരം അടിയില്ല. പിന്നെ നരേന്ദ്രമോദി കാണിച്ചു തരാന്ന് പറയും, അന്നേരം അടിയില്ല. പിന്നെ നരേന്ദ്രമോദി തന്തയ്ക്ക് വിളിക്കും, അന്നേരം അടിയില്ല. അപ്പൊ ഈ ആദ്യം 3 പേരിന്ന് വിളിക്കുന്നത് അടിയില്ലാതെ വരുമ്പോൾ 6 പേര് വരും, 9 പേര് വരും. പിന്നെ ഈ സമരം അങ്ങോട്ട് വിജയിക്കുമ്പോൾ സമരത്തിന് പുറകെ നിന്ന് പിന്തുണ കൊടുത്തവന്മാർ വെളിയിൽ ഇറങ്ങി തുടങ്ങും. കാരണം വിജയിക്കുന്ന സമരത്തിന്റെ നേതാവ് ഞാനാണ്, മൊത്തവും വെളിയിൽ ഇറങ്ങും, അന്നേരം അവർ കൂട്ടും. ഈ ഡൽഹി കലാപത്തിന്റെ പണി അതായിരുന്നു. ഡൽഹി കലാപം അവിടെ മാക്സിമം കത്തിക്കട്ടെന്ന് വെച്ച് കത്തിച്ചു, മാറി എന്ന് കൊടുത്തു. മൊത്തം വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വട്ടം വന്ന് വളഞ്ഞു. അതിനകത്ത് UP എന്നുള്ള RSSകാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, അവരോട് വളഞ്ഞു, പോലീസോട് വളഞ്ഞു, മൊത്തത്തിനെയും പൊട്ടി. ഒരു എത്ര കേസുണ്ടെന്ന് അറിയാം? 10,500 കേസുണ്ട്. വെളി കാണാൻ പറ്റത്തില്ല, അവിടെ കിടന്ന് അയ്യക്കാവോ അയ്യക്കാവോ എന്ന് പറയുക. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഓരോ സമരം. കർഷക സമരത്തിനകത്ത് ഇതിന്റെ മൊത്തം ഡോക്യുമെന്റ്സ് അവരെടുത്ത്, എവിടുന്നൊക്കെ പൈസ വരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ഫണ്ട് എവിടുന്നു, ഇതെല്ലാം ഇങ്ങനെ എടുത്ത് എല്ലാത്തിനും. ഇപ്പൊ എന്താ കർഷക സമരം ഇല്ലാത്ത? പറഞ്ഞ പൊന്നു കുഞ്ഞ്, ഇവിടെ വന്ന് സമരം ചെയ്യാൻ പൈസ അയച്ചു കൊടുത്താൽ നിന്റെ പാസ്പോർട്ട്, നിന്റെ ബന്ധുക്കളെ കാണാൻ ഈ കാനഡയിൽ നിന്ന് ഇവിടെ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് സമരം ചെയ്ത് കാനഡയിൽ പോകാൻ ഒന്നും വിചാരിക്കണ്ട, സത്യവാങ്മൂലം കൊടുക്കാൻ പറയും. ഞാൻ ഇന്ത്യയിൽ വരുന്നത് ഇന്ത്യയുടെ ഗുണത്തിനും അല്ലെങ്കിൽ ഇന്ത്യക്ക് ദോഷം വരുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിനാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഈ സിക്കാരൻ വരുന്നതിന് ഇപ്പൊ സത്യവാങ്മൂലം കൊടുക്കും. ഇപ്പൊ ഒരു സമരവും ഇല്ലല്ലോ. ഇപ്പൊ ഇന്നലെ സമരം തുടങ്ങിയിട്ടുണ്ട്. ആർക്കെതിരെയാ? പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിക്കെതിരെ സമരം തുടങ്ങിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി കർഷകരെ ഇന്നലെ വളരെ കൂടുതലായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ നിലപാട്. ഏത് തുളസി കൊച്ചാടിനെ ആയാലും, ഏത് ജോൺസൺ ഭാഷനെ ആയാലും, ഏത് സാമിയെ ഉടുപ്പിടിച്ച് കൊണ്ടുവന്നാലും ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും പൊക്കും, അകത്ത് ഇടും. അതിനകത്ത് ഇവര് വിചാരിക്കുന്ന പോലെ തുളസി കൊച്ചാട്ടനായതുകൊണ്ട് ഈ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ താല്പര്യമുണ്ടെന്നില്ല. ഇവിടെ ഇന്ത്യക്കകത്ത് ഇന്ത്യക്ക് വേണ്ടി താമസിക്കുന്നവൻ, ഇന്ത്യക്ക് അനുകൂലമായിട്ട് താമസിക്കുന്നവൻ എല്ലാരും ഹിന്ദുവാ, എല്ലാരും ഇന്ത്യക്കാരനാ ഇവിടെ. അല്ലാതെ അതിനകത്ത് ജാതിയും മതവും വർണ്ണവും വിവേചനവും ഒന്നുമില്ല. അല്ലാതെ ഇന്ത്യ വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഏത് തുളസിസ്വാമി ആയാലും, ജോൺസൺ പാസ്റ്റർ ആയാലും, ഏത് മഞ്ജുഷ ആയാലും പിടിച്ചകത്ത് വയ്ക്കും. മാത്രമല്ല PDPയുടെ അറിയാമല്ലോ, PDP അബ്ദുൽ നാസർ മദനി. അത് നിങ്ങളൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളെ കണ്ടു കാണും. ഈ PDPയുടെ പ്രകടനം എന്ത് പോയാലും കാണാൻ നല്ല ലുക്ക് ഔട്ട്, 6'6" ഹൈറ്റ്, പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു താടി, ഒരു 77 കുറിയൊക്കെ ഇട്ടുകൊണ്ട് ഒരുത്തം വരുമായിരുന്നു. അവന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അവന്റെ പേരാണ് വർക്കല രാജ്. ഈ വർക്കല രാജാവ് നയിക്കുന്നത്. പുള്ളിയുടെ ദേഹം മൊത്തം കാവ്യ. എന്തോ ഒരു നാശമാണ് ഈ ലക്ഷ്മി നാലോചിക്കുന്നത്. കാവ്യ എന്ന് പറയുന്ന ആ നിറത്തിനും അത് ഉപയോഗിക്കുന്നതിനൊക്കെ വലിയ അർത്ഥമുണ്ട്. സന്യാസി എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമുണ്ട്. ഈ മാതിരിയുള്ള ആൾക്കാര് ഈ വലിയ അർത്ഥമുള്ള വേടുകളും അല്ലെങ്കിൽ ഈ നിറങ്ങളും ഒക്കെ ഈ പറയുന്നത് പോലെ രാജ്യവിരുദ്ധതയ്ക്കും ഇന്ത്യാവിരുദ്ധതയ്ക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനെ വെച്ചിട്ട് ചൂണ്ടി പറയുന്നതാണ്. അയാളും സാമിയ,
ഇതേ ഉള്ളു സ്വാമി. ഇപ്പൊ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവൻ നിന്നു കൊടുക്കുക, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഈ വർക്കലരായിട്ട് നിന്നു കൊടുക്കുക, അറിഞ്ഞുകൊണ്ട് ഈ തുളസി എന്ന് പറഞ്ഞ് നിന്നു കൊടുക്കുക, അറിഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിയെ മോശമാക്കുക ഈ ജോൺസൺ നിന്നു കൊടുക്കുക. അവന് പൈസ മതി ഏത് രീതിയിലും. അപ്പം ഇതാണ് ഈ ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇത് ഇവർ വിചാരിച്ചിട്ടുണ്ട്, ഈ തുളസി സ്വാമി വിചാരിച്ചിട്ടുണ്ട്, ഈ BJP എന്ന് പറയുന്ന സാധനവും നരേന്ദ്രമോദി ഒക്കെ ഇയാളുടെ കൊച്ചാട്ടന്റെ മോൻ അല്ലെങ്കിൽ ഹിന്ദു, അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ എന്റെ പേര് കേൾക്കുമ്പോ എന്നെ അങ്ങ് ഒഴിവാക്കി തരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചായിരിക്കും സംസ്ഥാനം വരെ ആയത്. ഇച്ചിരി പൈസയൊക്കെ മേടിച്ച് ഇതിന്റെ കൂടെ നിൽക്കാം. ഏതായാലും പൈസ അകത്ത് പോയി. ഈ നേരത്തെ പോയവന്മാര് പറഞ്ഞതനുസരിച്ച് അപ്പൊ പൈസയുടെ എതിരെയുള്ള രാജ്യവിരുദ്ധ തെളിവുകളും SDP-ക്ക് എതിരെയുള്ള തെളിവുകളും ഒക്കെ കിട്ടുന്നത് ഇവിടെ നിന്ന് വെളിയിൽ നിന്ന് വെള്ളി വിളിച്ചതുപോലല്ല. നേരത്തെ നമ്മൾ പറയുമല്ലോ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവസാനം പിടിച്ച അവന്റെ പേര് ഞാൻ നടക്കുന്നത്, അവനെയൊക്കെ അവിടെ കൊണ്ടുവന്നത് ഈ ചോദ്യം ചെയ്യേണ്ടി പോലും വന്നില്ല. ഇവര് ഷൂ നിലത്തിയെ വിട്ടിയപ്പോഴത്തേനും മൊത്തം കാര്യം പറഞ്ഞു. മൊത്തം ഈ ഇന്ത്യയെ ഉടനീളമുള്ള മൊത്തം PFIയുടെ ബന്ധവും ആർക്കൊക്കെ ബന്ധമുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ ഈ വീരവാദം മുടക്കിയ പൈസ അവിടെ ചെന്നിട്ട് ഇനി ഇവർക്ക് വലിയ ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഈ നേതാക്കന്മാർ ഈ വീരവാദം മുഴക്കുന്നതിന്റെ അമ്മയുടെ വീട് അറിയാം, അച്ഛന്റെ വീട് അറിയാം, പോലീസുകാരനെ കൊല്ലും അല്ലെങ്കിലൊക്കെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അവിടെ ചെന്നിട്ട് അവർ വൃത്തിയായിട്ടൊന്ന് നോക്കി കഴിയുമ്പോഴത്തേനുള്ള ഡീറ്റെയിൽസ് മൊത്തം കിട്ടും. അതനുസരിച്ച് തുളസി കൊച്ചാന്റെയും കിട്ടും, ജോൺസൺ പാസ്റ്ററേയും കിട്ടും, ഈ പറയുന്ന മഞ്ജുഷയുടെയും കിട്ടും, എല്ലാവരുടെയും കിട്ടും. എല്ലാവരും അകത്തു പോകും. ഇവര് വിചാരിച്ച ഒരു രാജ്യമല്ല ഇന്ത്യ മഹാരാജ്യം, അതിന്റെ സംവിധാനം. പ്രത്യേകിച്ചും 2014 ശേഷമുള്ള സംവിധാനം അങ്ങനെയല്ല. ഇപ്പം ഏറ്റവും അവസാനം അവർക്ക് വളരെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഉള്ള ഈ പറഞ്ഞ ഈ ഇളകുന്ന പോലെ മൊത്തം കൂടി ഇളകിയായിരുന്നല്ലോ നമ്മൾ ഈ മറ്റേ സമരത്തോടു കൂടി, അല്ലെ വഖഫിന്റെ സമരം, വഖഫ് സംരക്ഷണം എന്ന് പറഞ്ഞത് ഇന്ത്യയിലുള്ള മൊത്തം. അപ്പൊ എല്ലാത്തിനെയും കിട്ടിയിട്ടുണ്ട് ഏകദേശം. ഇനി ഉണ്ടായി വരുന്നതിന് ഇത് തീരത്തില്ല, ഇവന്മാര് ഒരിക്കലും തീരത്തില്ല. എത്ര കണ്ടാലും പഠിക്കത്തില്ല. കാരണം ഇവിടെ അല്ലല്ലോ ഇതിന്റെ സംവിധാനം. ഇവിടെ ഈ മാതിരിയുള്ള ആൾക്കാരെ കൊന്നിട്ട് മേളില് അവിടെ ഹൂറി പാല് ഒഴുകുന്ന പുഴയും മദ്യം ഒഴുകുന്ന പുഴയും സംവിധാനവും ഒക്കെ ഉണ്ട്. കക്കൂസും ഇല്ലെന്നാ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിട്ട്. കാരണം നമുക്ക് രാവിലെ കക്കൂസി പോകേണ്ട അവസ്ഥ അവിടെ ഇല്ല. കാരണം ഇതെല്ലാം കഴിച്ചാലും കക്കൂസി പോകണ്ടാണ്. ഇവർ പറയുന്ന സ്വർഗത്ത് ഹൂറികളുണ്ട്, മദ്യപ്പുഴയുണ്ട്, അപ്പം എല്ലാം സംവിധാനമുണ്ട്. അപ്പൊ ഇവിടെ ആ പണി ചെയ്യാൻ വേണ്ടി ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കും, നമുക്ക് പൊക്കിക്കൊണ്ടിരിക്കും. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അങ്ങ് പറയാം, 2047 നിന്റെ കാലത്ത് ഇവിടെ ഈ പറയുന്ന രാജ്യം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരുപക്ഷെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നീ ചിലപ്പോൾ ചെറുതായിട്ട് ഉണ്ടാക്കും, അമേരിക്കയിലും ഉണ്ടാക്കും. ഇന്ത്യ മഹാരാജ്യത്ത് പറ്റത്തില്ല. കാരണം ഇത് പല അധിനിവേശവും അതിജീവിച്ച് ആ അധിനിവേശക്കാരൊക്കെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് യുദ്ധം ചെയ്ത് തോറ്റു മടങ്ങിപ്പോയ സംവിധാനമാണ് ഉള്ളത്. നമ്മൾ അനുവദിച്ചില്ല. ഹിന്ദുത്വ അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്കാരം അനുവദിച്ചിട്ടുള്ളവനാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ആ അനുവദിച്ചിട്ടുള്ളവന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നിങ്ങളും ഈ പറയുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. നിങ്ങൾക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടായി, നിങ്ങൾ അതിലേക്ക് പോയി. അപ്പൊ ആ താല്പര്യങ്ങളെ അനുവദിച്ച് മനസ്സുള്ള ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തെ കുറച്ച് കാട്ടരുത്. ആ സംസ്കാരത്തിനകത്തോട്ട് തുരന്ന് കയറരുത്. തുരന്ന് കയറിയാൽ നിങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ മുഖം കണ്ടാൽ നിങ്ങൾക്ക് വളരെ വികൃതമായിരിക്കും. അതായത് ഇതിനെ അതിജീവിച്ച് അടിച്ചമർത്തിയ ഒരു സംവിധാനം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് മഹാവിഡ്ഢിത്തമാണ്. അത് ഇന്ത്യയിൽ ഞാൻ പറഞ്ഞതുപോലെ അറിയാമല്ലോ, പലരുടെയും അധിനിവേശം ഉണ്ടായിരുന്നു. ഇവനെല്ലാം ഇവിടെ കളഞ്ഞിട്ട് പോയത് ഇന്ത്യ മഹാരാജ്യം മോശമായിട്ടുള്ളത് കൊണ്ടല്ല, നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. അത് ഇവിടുത്തെ ഫൈസിക്ക് ഒരു പക്ഷേ ഇനി തീഹാർ ജയിലിൽ കിടക്കുന്നുണ്ട് മനസ്സിലാവും. ബാക്കി വെളിയിൽ നിൽക്കുന്ന കൊച്ചാട്ടന്മാര്, തൽക്കാലം നിൽക്കുന്ന കൊച്ചാട്ടന്മാരുടെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വൃത്തിയാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.